So students, നമ്മളിപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്സ് തന്നെയാണ്. പക്ഷേ സൈക്ലിക് ഗ്രൂപ്പ്സ് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ വി ഹാവ് ഡിഫൈൻഡ് വാട്ട് ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ്, വി ഹാവ് ഡിസ്കസ്ഡ് സം എക്സാമ്പിൾസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ്. എങ്ങനെയാണ് സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് സൈക്ലിക് ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഗ്രൂപ്പിന്റെ തന്നെ ഒരു സ്പെസിഫിക് കേസ് ആയിട്ടാണ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെയും അല്ലെങ്കിൽ വരാൻ പോകുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുകയാണ്. സൈക്ലിക് ഗ്രൂപ്പിനെ ഒന്നും കൂടെ ഡെപ്തില് അനലൈസ് ചെയ്യാൻ പോകണം. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ എന്താണോ വേണ്ടത് അത്രയും ആഴത്തിലൊന്ന് അനലൈസ് ചെയ്യാൻ പോകണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്നുള്ളതും അറിയാം നിങ്ങൾക്ക്. അതിന്റെ 2-3 പ്രോബ്ലംസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് ഈ സൈക്ലിക് ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് എന്നാണ് ശരിക്കും നമ്മുടെ ടോപ്പിക് വരുന്നത്. സ്ട്രക്ചർ എന്ന് സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ ഉദ്ദേശിക്കുന്ന അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2 തിയറവും ചെറിയ 2 പ്രോബ്ലംസുമാണ്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. Z18ന്റെ സബ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച പോലെ തന്നെ Z17ന്റെയും Z12ന്റെയും സബ് ഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അതിന് മുന്നേ 2 പ്രധാനപ്പെട്ട ഇത് ചെറിയൊരു തിയറമാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള തിയറമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. ഈ തിയറത്തിന്റെ ബലത്തിലാണ് നമ്മൾ ഈ Z18ന്റെ സബ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നു ഇതേ തിയറത്തിന്റെ ഒരു ചെറിയൊരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കോൺസിക്വൻസ് പോലെ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഈ 2 പ്രോബ്ലംസ്. അപ്പൊ തിയറം നമ്മുടെ ഈ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ തിയറം എന്ന് പറയുന്നതാണ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇസ് ഓൾസോ സൈക്ലിക്. ഒരു സൈക്ലിക് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു സബ് ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും, അല്ലെങ്കിൽ ഏത് സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് എടുത്താലും അത് സൈക്ലിക് ആയിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ തിയറം. അപ്പൊ ഇതിലെ നമ്പർ തിയറിയിലെ ചെറിയൊരു ടോപ്പിക് ആവശ്യമുണ്ട്. നമ്മുടെ എന്താ പറയുക, ദിസ് വൺ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്ന അതിന്റെ ഒരു ചെറിയൊരു റിസൾട്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്പർ തിയറിയിൽ വരുന്നതാണ്. അതിന്റെ പ്രൂഫ് നമ്മുടെ ആൾജിബ്രയിൽ സാധാരണ നിലയ്ക്ക് പറയാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. വി യൂസ് ദിസ് പർട്ടിക്കുലർ റിസൾട്ട് ഡിവിഷൻ അൽഗോരിതം. അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പറഞ്ഞത്. അതിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. മാത്രമല്ല അത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഈ തിയറത്തിനുണ്ട്. അപ്പൊ തിയറം പറയുന്നതാണ് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇസ് ഓൾസോ സൈക്ലിക്. ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിന്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതും സൈക്ലിക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എല്ലാ തിയറത്തിലെയും പോലെ നമുക്കിവിടെ ഡാറ്റ ഉണ്ട്. ഗിവൺ G ഈസ് സൈക്ലിക്. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, അതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ് ആയ കാരണം കൂടെ നമുക്ക് എഴുതാം ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ബൈ ദ ഡെഫിനിഷൻ ഓഫ് സൈക്ലിക് ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ബൈ an element say A. So that is G equal to sub group അല്ലെങ്കിൽ ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A. അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടാവും. ഒരു എലിമെന്റ് കൊണ്ട് കംപ്ലീറ്റ് G എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് G സൈക്ലിക് ആയത്. So this is our first conclusion. G is cyclic, then G equal to group generated by A. A എന്ന് പറയുന്ന എലിമെന്റ് കൊണ്ട് അത് ജനറേറ്റ് ചെയ്യപ്പെടും. Now let H be any subgroup of G. H subgroup of G ഏതൊരു G എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിന്റെ ഏതൊരു സബ്ഗ്രൂപ്പ്, ഒരു ആർബിട്രറി സബ്ഗ്രൂപ്പ് ആണ് H. H is a subgroup of G. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? We have to prove that H is also cyclic. To prove that H is also cyclic. ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ H equal to E, just ഐഡന്റിറ്റി എലമെന്റ് മാത്രം ഉള്ള സബ് ഗ്രൂപ്പ് ആയിരിക്കാം H. നമുക്ക് റിസൾട്ട് ഓബ്വിയസ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. E സ്ക്വയർ എല്ലാം E തന്നെയാണ് വരിക. E ജനറേറ്റ്സ് സബ് ഗ്രൂപ്പ്. പ്രത്യേകിച്ച് ഒന്നും ട്രിവിയൽ പ്രൂഫ് ആണ്, ഒന്നും പ്രൂവ് ചെയ്യാനില്ല. രണ്ടാമത്തെ കേസ് ആയിട്ട് വരുന്നത് സപ്പോസ് H നോട്ട് ഈക്വൽ ടു E. H എന്ന് പറയുന്നത് E അല്ല, അതായത് E അല്ലാതെ വേറെയും കുറെ എലമെന്റുകൾ H ഉണ്ട്. അതാണ് അങ്ങനത്തെ സബ് ഗ്രൂപ്പ് ആണ് നമ്മുടെ H എന്ന് പറയുന്നത്. അപ്പോ I am taking X, Y, Z, etc. with some elements of H. H ന്റെ ചില എലമെന്റുകളാണ് X, Y, Z എന്ന് പറയുന്നത്. ഈ H എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെന്ന് ഓർക്കണം. അപ്പൊ ഈ X, Y, Z എന്ന് പറയുന്നത് H ലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ obviously X, Y, Z, etc. will be elements of G also. H ലുള്ള എലമെന്റുകൾ എല്ലാം തന്നെ G യിലത്തെ എലമെന്റുകളാണ്. പക്ഷെ G എങ്ങനത്തെ ഗ്രൂപ്പാണ്? G is a cyclic group. That is G is generated by a single element A. അപ്പോ H എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് എടുത്തു, അതിലത്തെ ചില എലിമെന്റുകളാണ് X, Y, Z ഒക്കെ. ഇത് സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് H സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ X, Y, Z എല്ലാ എലിമെന്റുകളും H ത്തെ എല്ലാ എലിമെന്റുകളും G യിലും ഉണ്ടാകും.
പക്ഷെ ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജിയിലത്തെ എല്ലാ എലിമെന്റിനെയും നമുക്ക് എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ എക്സ് വൈ ഇസഡ് ഇങ്ങനെയുള്ള എലിമെന്റുകളൊക്കെ എ കൊണ്ട് ജനറേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്ന എലിമെന്റുകളാണ്. അതായത് എക്സ് ഈക്വൽ ടു എ റേസ് ടു എം, വൈ ഈക്വൽ ടു എ റേസ് ടു എൻ, ഇസഡ് ഈക്വൽ ടു എ റേസ് ടു കെ ഫോർ സം ഇന്റിജേഴ്സ് എൻ എം കെ. ഏതൊക്കെയോ ഇന്റിജറുകൾക്ക് നമുക്ക് എക്സിനെയും വൈനെയും സെഡിനെയും അതായത് എക്സിലത്തെ എല്ലാ എലിമെന്റുകളെയും ഈ എയുടെ ടേംസിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അപ്പൊ എച്ചിലത്തെ ഏതൊരു എലിമെന്റും എന്തൊരു ടേംസിലാണ് നമുക്ക് എഴുതാൻ സാധിക്കുക? എ എന്ന് പറയുന്ന എലിമെന്റിന്റെ പവറുകളിലായിട്ട് എഴുതാൻ സാധിക്കും. എ റേസ് ടു എം, എ റേസ് ടു എൻ, എ റേസ് ടു കെ എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പൊ എച്ചിലത്തെ എല്ലാ എലിമെന്റുകളും എ റേസ് ടു സം ഇന്റിജർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. എച്ചിലത്തെ എല്ലാ എലിമെന്റുകളും ജിയിലത്തെ എലിമെന്റുകൾ ആയതുകൊണ്ട് എച്ചിലത്തെ എല്ലാ എലിമെന്റുകളും എ റേസ് ടു സം ഇന്റിജർ എം എൻ എം ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പവറുകളിൽ I am choosing m to be the smallest integer. ഓർക്ക, എച്ചിലത്തെ എല്ലാ എലിമെന്റുകളും a raised to n, a raised to m, a raised to k എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള പവറുകളിൽ m is the smallest integer such that a raised to m element of h. a raised to m element of h ആകുന്ന a raised to m എന്നുള്ള ഇത് element of h ആകുന്ന ഏറ്റവും സ്മോളസ്റ്റ് പവർ ആണ് ഈ m എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വേറെ രീതിയിൽ പറയുന്നത് that is for all r element of z with r less than m, a raised to r not element of h. ഇപ്പൊ r എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. r less than m ആണെങ്കിൽ a raised to r എന്ന് പറയുന്നത് h ന്റെ എലിമെന്റ് അല്ല. അപ്പോ m is the smallest integer with the property a raised to m element of h. m is the smallest integer with the property a raised to m element of h. അതായത് m ൽ താഴെ വരുന്ന ഒരു ഇന്റിജർ r എന്ന് പറയുന്ന m ൽ താഴെ വരുന്ന ഒരു ഇന്റിജർ ആണെങ്കിൽ a raised to r ഒരിക്കലും h ന്റെ മെമ്പർ അല്ല. m ൽ താഴെ വരുന്ന ഒരു ഇന്റിജറിന്റെ പവറിലേക്ക് a നെ റൈസ് ചെയ്താൽ ആ എലിമെന്റ് h ന്റെ മെമ്പർ അല്ല. This you should be very careful for all r element of z such that r less than m, a raised to r not element of h. അങ്ങനത്തെ ഇന്റിജർ ആണ് m. അതായത് m is the smallest integer such that or with the property a raised to m element of h. Very important conclusion അല്ലെങ്കിൽ very important assumption. Now നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. h സൈക്ലിക് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് h is generated by a particular element എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Now I am choosing b element of h. h ന്റെ ഏതോ ഒരു എലിമെന്റ് ആണ് b എന്നുള്ളത്. ഓർക്കുക, h cyclic ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് we have to find a generator of h, or every element of h should be expressed or can be expressed by expressed in terms of a particular element എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ choose b element of h, then b will be a member of g. obvious ആണ്. h ൽ b എടുത്തു കഴിഞ്ഞാൽ ആ b എന്താണ് g ൽ ഉണ്ടാവും, കാരണം h g യുടെ സബ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ b g ൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് b equal to a raised to n for some integer n എന്ന് എഴുതാം, കാരണം g is generated by a. അപ്പോൾ b element of h means b element of g, and since g is cyclic, b equal to a raised to n for some integer n element of z. Now division algorithm ആണ് ഇനി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്പർ തിയറിയിലെ റിസൾട്ട് ആണ് ഡിവിഷൻ algorithm ആണ്. അതായത് we have two integers now, m and n. രണ്ട് ഇന്റിജേഴ്സ് ഉണ്ട്. അപ്പോൾ n m എന്ന് പറയുന്ന രണ്ട് ഇന്റിജർ ഇട്ട് കഴിഞ്ഞാൽ by division algorithm we can write, or there exist q and r, quotient and remainder, there exist q and r such that n equal to m q plus r and r less than m. n m എന്ന് പറയുന്ന രണ്ട് ഇന്റിജറുകൾ കിട്ടി കഴിഞ്ഞാൽ ഈ q r എന്ന് പറയുന്ന രണ്ട് elements integers നമുക്ക് കിട്ടും such that n equal to m q plus r for r less than m. For example, നമ്മൾ 7 എടുക്കുകയാണ്. 7 and say 2 എടുക്കണമെന്ന് വിചാരിക്കാം. Now 7 equal to 3 into 2 plus 1. 7 equal to 3 into 2 plus 1. അപ്പോൾ 7 2 എന്ന് പറയുന്ന രണ്ട് ഇന്റിജേഴ്സ് എടുക്കുമ്പോൾ I can write 7 as 3 into 2 plus 1. അപ്പോൾ ഇവിടെ n equal to m q plus r എന്ന് പറയുമ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് 2 ആണ്, q എന്ന് പറയുന്നത് 3 ആണ്, r എന്ന് പറയുന്നത് 1 ആണ്. ഓർക്കുക, r equal to 1 less than n m equal to 2. നോക്കിയോ 7 2 ആവുമ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കും. Now I am taking another number 9 and 2. 9 and 2 എടുത്തു കഴിഞ്ഞാൽ 9 equal to 4 into 2 plus 1. Again this is our m, this is our r, and obviously r is less than m. അപ്പോൾ
അതേപോലെ മറ്റേ ഞാൻ 2-3 എക്സാമ്പിളുകൾ കാണിച്ചു, 2 എക്സാമ്പിളുകൾ കാണിച്ചു. ദിസ് ഇസ് ഓബ്വിയസ്. അതായത് ഡിവിഷൻ അൽഗോരിതത്തിന്റെ പ്രൂഫ് നമ്പർ തിയറിയിലാണ് പഠിക്കുന്നത്. അൽജിബ്രയിൽ പ്രൂഫ് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് സിലബസിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. അപ്പൊ n m എന്ന് പറയുന്ന 2 ഇന്റിജറുകൾ കിട്ടി കഴിഞ്ഞാൽ we can write n equal to mq plus r, where q is the quotient and r is a remainder with r less than m. ദാവിടുത്തെ പോലെ 7 into 2, 7 equal to 3 into 2 plus 1. അപ്പോൾ r റിമൈൻഡർ 1 ആണ്, m നമ്മുടെ 2 ആണ്, അപ്പോൾ r is less than m. അതേപോലെ 9 into 2. അപ്പോൾ ഏത് 2 ഇന്റിജറുകൾ കിട്ടി കഴിഞ്ഞാലും by division algorithm we can write n equal to mq plus r with r less than m. ഇനി നമ്മൾ b എന്ന് സ്റ്റാർട്ട് ചെയ്യണം. b equal to a raised to n. നമ്മുടെ ഈ അസംഷൻ കിട്ടുന്നതാണ് b equal to a raised to n. കാരണം b element of g ആണ്. It is generated by the element a. അപ്പോൾ b equal to a raised to n. n ന് പകരം ഞാൻ mq plus r എന്ന് കൊടുക്കണം. അപ്പോൾ b equal to a raised to mq plus r. ഇനി ഇവിടെ നോക്കുക, that is a raised to n equal to a raised to mq plus r equal to a raised to mq into a raised to r. സാധാരണ എക്സ്പോണൻഷ്യൽ പ്രോപ്പർട്ടി പോലെ തന്നെ പറയുന്നതാണ്. a raised to n equal to a raised to mq plus r equal to a raised to mq into a raised to r. That is a raised to n equal to a raised to m whole raised to q into a raised to r. വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. a raised to n equal to a raised to m whole raised to q into a raised to r. ഞാൻ ഇതിൽ നിന്ന് a raised to r എന്താണെന്നുള്ള ഐസൊലേറ്റ് ചെയ്യാണ്. Now from this ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ a raised to r equal to a raised to n into a raised to m whole raised to minus q എന്ന് എഴുതാം. സാധാരണ x into y equal to എന്ന് പറഞ്ഞിട്ട് x into y equal to z എന്ന് പറയുമ്പോൾ z നെ അങ്ങോട്ട് കൊണ്ടുവന്ന പോലെ മീൻസ് സാധാരണ ഡിവിഷൻ പോലെ ചിന്തിച്ചാൽ മതി. a raised to r equal to a raised to n into a raised to m whole raised to minus q. Now ഈ a raised to m whole raised to minus q എന്ന് പറയുന്നത് a raised to m whole raised to q ന്റെ ഇൻവേഴ്സ് ആണ്. a raised to m whole raised to minus q is the inverse of a raised to m whole raised to q. അപ്പോൾ h സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് a raised to m whole raised to q h ഉണ്ട് എന്നുള്ളതുകൊണ്ട് a raised to m whole raised to minus q is also a member of h. That we have അടുത്ത വാചകം നോക്കുക, we have a raised to n element of h and a raised to m whole raised to m also is a member of h. Now as h is a subgroup, we get a raised to m whole raised to minus q is also a member of h. അതായത് a raised to m h ഉണ്ട്, അപ്പോൾ a raised to m whole raised to q h ഉണ്ടാകും. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള a raised to m whole raised to minus q, a raised to m whole raised to minus q is the inverse of a raised to m whole raised to q, അതും h ഉണ്ടാകും. അതായത് a raised to n element of h and a raised to m whole raised to minus q element of h ആണ്. അപ്പോൾ a raised to r എന്ന് പറഞ്ഞാൽ a raised to n into a raised to m whole raised to minus q ആണ്. ഈ a raised to n equal to b ആണ്, അത് h ന്റെ മെമ്പർ ആണ്. a raised to m whole raised to minus q അതും h ന്റെ മെമ്പർ ആണ്. കാരണം a raised to m whole raised to q h ന്റെ മെമ്പർ ആണ്. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള a raised to m whole raised to minus q is also a member of h. അപ്പോൾ a raised to n ഉം h ഉണ്ട്, a raised to m whole raised to minus q ഉം h ഉണ്ട്. This means a raised to r is also a member of h. കാരണം a raised to r എന്ന് പറയുന്നത് a raised to n into a raised to m whole raised to minus q ആണ്. ഈ a raised to n h ലുണ്ട്, b ആണത്, a raised to n h ലുണ്ട്, a raised to m whole raised to minus q ഉം h ലുണ്ട്. അപ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ a raised to r എന്ന് പറയുന്നത് h ലുണ്ടാകും, because h is a subgroup of g. അപ്പോൾ a raised to r is a member of h and r is less than m. a raised to r h ലുണ്ട്, മാത്രമല്ല r is less than m. അതാണ് നമ്മൾ ഡിവിഷൻ കൊണ്ട് പറയുന്നത്, r is less than m. a raised to r is a member of h and r is less than m. But by our choice of m, എന്താണ്? By our choice of m, m is the smallest integer such that a raised to m element of h. പക്ഷെ ഇവിടെ എന്ത് കിട്ടി? r less than m and a raised to r is also a member of h. r എങ്കിലും ചെറുതാണ്, a raised to r h ലുണ്ട്, പക്ഷേ m എന്ന് പറയുന്നത് ആ ഇന്റിജറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ m is the smallest integer. m is the smallest integer such that a raised to m element of h. അതായത് m നേക്കാൾ ചെറിയൊരു ഇന്റിജർ ആണെങ്കിൽ a raised to r h ൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്? r is less than m and a raised to r is a member of h. This is only possible when r equal to 0. r equal to 0 ആവുമ്പോൾ മാത്രമേ ഇതെല്ലാം കൂടെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. r less than m ഉം
a raised to r element of h ആവണമെന്നുണ്ടെങ്കിൽ due to the choice of m it is only possible when r equal to 0. അപ്പോൾ r equal to ഈ ഇതിൽ r equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് b equal to a raised to n equal to a raised to m whole raised to q. r 0 ആയി പോയി. n എന്ന് പറഞ്ഞാൽ ശരിക്കും mq plus r ആണ്. r 0 ആവുമ്പോൾ n equal to mq എന്നാകും. അപ്പോൾ b equal to a raised to n equal to a raised to m whole raised to q. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കൂ. b is expressed in terms of a raised to m. b എന്ന് പറയുന്നത് എന്താണ്? h ന്റെ ഒരു ആർബിട്രറി എലിമെന്റ് ആണ്. അപ്പോൾ h ന്റെ ഒരു ആർബിട്രറി എലിമെന്റ് ആയിട്ടുള്ള b എന്നുള്ളതിനെ a raised to m ന്റെ പവറുകളിലാണ് എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ a raised to m generates the whole subgroup h. b എന്ന് പറയുന്നത് h ന്റെ ഏതോ ഒരു എലിമെന്റ് ആണ്. ആ ഏതോ ഒരു എലിമെന്റ് നമ്മൾ എങ്ങനെ എഴുതി? a raised to m ന്റെ പവറിൽ എഴുതി. ഇതാ p equal to a raised to m whole raised to q എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രൂവ് ചെയ്തത്. This means h is a cyclic group and it is generated by a raised to m. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നത് h ന്റെ എലിമെന്റ് എടുത്തപ്പോൾ b എന്നുള്ളതിനെ a raised to m ന്റെ ടേംസിൽ എഴുതി. അതായത് h is generated by a raised to m. അതായത് h is a cyclic subgroup. കുറച്ച് ലെങ്തി ആണ്, കുറച്ച് അത്രയും ഇമ്പോർട്ടന്റും ആണ്. ഈ ഡിവിഷൻ അൽഗോരിതം ആണ്. കുറച്ച് സംശയം വരിക. വീണ്ടും വീഡിയോ കാണുക, അല്ലെങ്കിൽ വീണ്ടും ബുക്സ് എന്തെങ്കിലും വായിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ r less than m and a raised to r element of h implies r equal to 0 due to the choice of m. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ചോയ്സ് ഓഫ് m is very important. m is the smallest integer with the property a raised to m element of h. പക്ഷേ നമ്മളോട് പ്രൂവ് ചെയ്തു for r less than m a raised to r element of h. This automatically means r equal to 0. അപ്പോൾ r equal to 0 വരുമ്പോൾ b equal to a raised to n ആണ്. അപ്പോൾ equal to a raised to m whole raised to q ആണ്. n r 0 വരുമ്പോൾ n equal to m raised to mq ആണ്. അപ്പോൾ b equal to a raised to m whole raised to q ആണ്. That means b is in terms of a raised to m, or h, every element of h can be expressed in terms of a raised to m, or a raised to m generates h. This means the subgroup h is a cyclic subgroup of G. Subgroup H is a cyclic subgroup of G. അതായത് subgroup of every cyclic group is also cyclic. പ്രൂഫ് വീണ്ടും കേൾക്കുകയോ വായിച്ചു നോക്കുകയോ ചെയ്യുക. സംശയം വരുമ്പോൾ ഒന്ന് സ്വയം ഇരുന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അത് ക്ലാരിഫൈ ചെയ്യുക. സംശയം കമന്റ്സിൽ ഇട്ട് ചോദിച്ചാൽ ഞാൻ ആൻസർ തരുന്നതാണ്. വീണ്ടും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ സബ്ഗ്രൂപ്പ് ഓഫ് എവറി സൈക്ലിക് ഗ്രൂപ്പ് ഇസ് ഓൾസോ സൈക്ലിക്. അടുത്ത തിയറം അത്ര റിലേറ്റീവ്ലി അത്ര ഹെവി തിയറം അല്ല. ഇറ്റ്സ് വെരി സിമ്പിൾ തിയറം. ഇവിടെ ലെറ്റ് g and g dash be two groups. g dash രണ്ട് ഗ്രൂപ്പുകളാണ്. and g and g dash are isomorphic. g ഉം g dash ഉം രണ്ട് ഗ്രൂപ്പുകളാണ്. അത് രണ്ടും ഐസോമോർഫിക് ആണ്. അപ്പോൾ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if g is cyclic so is g dash. g cyclic ആണെങ്കിൽ g dash ഉം cyclic ആയിരിക്കും. അപ്പോൾ two isomorphic groups, if g and g dash are two isomorphic groups and if g is cyclic then g dash is also a cyclic group. അതാണ് നമ്മുടെ വെരി സിമ്പിൾ തിയറം ആണ്. സോ പ്രൂഫിലേക്ക് പോവാം. തന്നിട്ടുള്ളത് given g and g dash are two groups and g and g dash are isomorphic. g ഉം g dash ഉം isomorphic ആണ്. അപ്പോൾ also g is a cyclic group. g ഉം g dash ഉം isomorphic ആണ്. g എന്ന് പറയുന്ന ഒരു cyclic group ആണ്. അതായത് g equal to group generated by A. We have to prove that g dash is also cyclic. അപ്പോൾ g ഉം g dash ഉം isomorphic ആണ്. g cyclic ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് g dash ഉം cyclic ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം g cyclic ആയതുകൊണ്ട് g equal to the group generated by a generator ഉണ്ടാവും. A ആണ് അതിന്റെ ജനറേറ്റർ എങ്കിൽ g is the group generated by A. അപ്പോൾ g dash ഇങ്ങനെ ഒരു ജനറേറ്റർ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെ പ്രൂവ് ചെയ്താലാണ് g dash cyclic ആകുന്നത്. Now since g and g dash are isomorphic, isomorphism definition അറിയാലോ, മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. If g and g dash are isomorphic, we can find a function phi from g to g dash which has three properties. They are phi is 1 1, phi is onto, and phi is a homomorphism. അപ്പോൾ g and g dash isomorphic ആയതുകൊണ്ട് there exists a function phi from g to g dash with the properties phi is 1 to 1, phi is onto, and phi is a homomorphism. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ g യും g dash നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അറിയാം, G dash cyclic ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. Now I am taking x element of G dash. G dash ലെ ഏതോ ഒരു സാധാരണ ഒരു എലിമെന്റ് ആണ് നമ്മുടെ x എന്ന് പറയുന്നത്. X element of G dash ആണ്. അപ്പോൾ then there exists an element B element of G such that phi of B equal to x. ഈ phi എന്ന് പറയുന്നത് on to mapping ആയതുകൊണ്ട് x element of G dash എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് x element of G dash x ലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലിമെന്റ് G യിൽ ഉണ്ടാകും. x ലേക്ക് ഇത് ഇവിടെയാണ് നമ്മുടെ G dash എങ്കിൽ അല്ലെങ്കിൽ if this is x ഇതിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലിമെന്റ് ഇപ്പുറത്തെ G യിൽ B എന്ന് പറയുന്ന ഒരു എലിമെന്റ് ഉണ്ടാകും because phi is on to. അപ്പോൾ since x element of G dash there exists an element B element of G such that phi of B equal to x. x ലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എലിമെന്റ് G യിൽ ഉണ്ടാകും. അതാണ് നമ്മുടെ B എന്ന് പറയുന്നത്. phi of B equal to x. പക്ഷെ B G യിലത്തെ എലിമെന്റ് ആയതുകൊണ്ട് G is a cyclic group, so B equal to a raised to n for some n element of Z. B എന്നുള്ളതിനെ ഏഴ് ടേംസിൽ എഴുതാൻ സാധിക്കും. G cyclic group ആയതുകൊണ്ട് B G യിലത്തെ മെമ്പർ ആയതുകൊണ്ടും B എന്നുള്ള എലിമെന്റിനെ a raised to n എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ B equal to, since G is a cyclic group, B equal to a raised to n for some integer n. അപ്പോൾ x equal to phi B, phi on 2 ആണ്. അപ്പോൾ x equal to phi B equal to phi of a raised to n, phi of a raised to n, x equal to phi b equal to phi of a raised to n equal to phi of a into a into a into etc. n times a star a star a star എന്ന് പറയുന്നത് നമ്മൾ സാധാരണ. അപ്പോൾ phi of a raised to n equal to phi of a into a into a into etc. a n times. Now phi is a homomorphism. Phi is a homomorphism ആയതുകൊണ്ട് phi of a star b equal to phi of a star dash phi of b എന്നുള്ള റിസൾട്ട് ആണ്. അപ്പോൾ phi of a into a into a into a etc. a n times equal to phi of a into etc. phi of a n times. അപ്പോൾ phi of a raised to n അല്ലെങ്കിൽ x equal to phi of a into phi of a into phi of a into etc. phi of a n times. അതിൽ നമുക്ക് കിട്ടുന്നത് x equal to phi of a whole raised to n. അപ്പോൾ ഇവിടെ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിച്ചത്. ഒന്ന് ഓൺ ടു x ന് കറസ്പോണ്ടിങ് ആയിട്ട് b ഉണ്ടാകും. രണ്ടാമത് ഹോമോമോർഫിസം, phi is a homomorphism. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ x equal to phi of a whole raised to n. അപ്പോൾ എന്തായി x element of G dash and x equal to phi of a whole raised to n. അതായത് every element of G dash അല്ലെങ്കിൽ x is expressed in terms of phi of a. x ഒരു arbitrary element ആണ്. അപ്പോൾ in turn we can say that every element of G dash is or can be expressed by in terms of phi of a. Every element of G dash can be expressed in terms of phi of a means phi of a is the generator of G dash or G dash is also cyclic. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൂഫ് ആണ്. അപ്പോൾ x element of G dash എടുത്തു. അപ്പോൾ b എന്നുള്ള എലിമെന്റ് G യിൽ കണ്ടുപിടിക്കാൻ സാധിക്കും such that x equal to phi of b. അപ്പോൾ x equal to phi of b ആയതുകൊണ്ട് x equal to phi of a raised to n. അപ്പോൾ x equal to phi of a raised to n എന്നുള്ളത് അവിടെ ഹോമോമോർഫിസം അപ്ലൈ ചെയ്യുമ്പോൾ we get x equal to phi of a whole raised to n. This means x is expressed in terms of phi of a, or every element of G dash is expressed in terms of phi of a. Therefore, G dash is also a cyclic group. So this is our next theorem. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു എക്സ്റ്റീരിയർ എക്സാമ്പിൾ ആണ്. ഈ തിയറത്തിന്റെ ഒരു കോൺസിക്വൻസ് എന്നൊക്കെ പറയുന്ന എക്സാമ്പിൾ ആണ്. Find all subgroups of Z17 and Z12. All subgroups of Z17 and Z12. അപ്പോൾ Z17 ഉം Z12 ഉം സൈക്ലിക് ഗ്രൂപ്പുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Zn plus n is cyclic. എന്റെ ജനറേറ്റേഴ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. Z17 ഉം Z12 ഉം സൈക്ലിക് ഗ്രൂപ്പുകളാണ്. അതിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും അപ്പോൾ സൈക്ലിക് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ ഈ തിയറത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ Z17 എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ Z18 ചെയ്തു. ഓരോ എലിമെന്റിനെയും ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എടുത്തു നോക്കി. 1 ജനറേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി Z17 തന്നെയാണ്. പിന്നെ 2 ജനറേറ്റ് ചെയ്യുന്നത് ഓർക്കുക 2 and 17 are relatively prime. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു the generators of Zn are those elements which are relatively prime to n along with 1 and n minus 1. അപ്പോൾ 1 ഉം ആ സെറ്റിലുള്ള എല്ലാ എലിമെന്റുകളും which are relatively prime to n ഉം ആ n നെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ 1 Z17 നെ ജനറേറ്റ് ചെയ്തു. 2 ഉം 17 ഉം relatively prime ആയതുകൊണ്ട് അതും Z17 നെ ജനറേറ്റ് ചെയ്യും. ഓർക്കുക 17 is a prime number. 17 is a prime number. അപ്പോൾ ഇതിലത്തെ ഓരോ എലിമെന്റുകളും 17 നോട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ ഇതിലത്തെ ഓരോ എലിമെന്റും എന്താ ചെയ്യുന്നത് Z17 നെ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എന്ത് തന്നെയായിരിക്കും
Z17 തന്നെയായിരിക്കും. അപ്പോൾ Z17 is generated by all these elements, generated by 3, generated by 4, etc. equal to generated by 16. ഇതിന്റെ എല്ലാ എലിമെന്റുകളും ജനറേറ്റ് ചെയ്യുന്ന എന്തിനെ തന്നെയായിരിക്കും? Z17 തന്നെയായിരിക്കും. So Z17 does not have a proper subgroup. Z17 plus 17 does not have a proper subgroup because Z17 or 17 is a prime number. So this is the collection of subgroups of Z17. ഒന്ന് ട്രിവിയൽ സബ്ഗ്രൂപ്പ് ഉണ്ടാകും, പിന്നെ ഉള്ള സബ്ഗ്രൂപ്പ് എന്താ? Z17 മാത്രമാണ്. Now come to Z12. Z12 എന്ന് പറയുന്നത് Z12 is നിങ്ങൾക്കറിയാം Z12 equal to 0, 1, 2, etc. up to 11. Obviously 0 എന്ന് പറയുന്ന ഒരു ട്രിവിയൽ സബ്ഗ്രൂപ്പ് ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 1 ജനറേറ്റ് ചെയ്യുന്നത് Z12 തന്നെയാണ്, 11 ജനറേറ്റ് ചെയ്യുന്നത് Z12 തന്നെയാണ്. കൂടാതെ ഈ 12നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ സംഖ്യകളും Z12 തന്നെയാണ് ജനറേറ്റ് ചെയ്യുക. ഇതിനോട് പ്രൈം ആയിട്ടുള്ള എല്ലാ സംഖ്യകളും എന്ന് പറയുമ്പോൾ 5, 7, 11 നമ്മൾ പറഞ്ഞു, 5 and 7 generates Z12 itself. അപ്പോൾ ഈ എലമെന്റുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പ് എന്ത് തന്നെയാണ്? Z12 തന്നെയാണ്. 1, 11, 5, 7 എല്ലാം Z12 തന്നെയാണ് ജനറേറ്റ് ചെയ്യുക. ബാക്കിയുള്ള എലമെന്റുകൾ നോക്കാം. Subgroup generated by 2, subgroup generated by 2 equal to നമുക്ക് ചെയ്ത് നോക്കാം. 2 plus 2, 4, 6, 8, 10, 0, 2, 4, 6, 8, 10, 0, 2 plus 2 is 4, 4 plus 2 is 6, 6 plus 2 is 8, 8 plus 2 is 10, 10 plus 2, 12, but divided by 12 and its remainder, about output is 0 ആണ്. So this is a subgroup generated by 2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 2 എന്ന് പറയുന്ന ഇന്റിജർ ഏത് സബ്ഗ്രൂപ്പ് ആണോ ജനറേറ്റ് ചെയ്യുന്നത് അതേ സബ്ഗ്രൂപ്പ് തന്നെ മറ്റ് എലിമെന്റുകൾ ജനറേറ്റ് ചെയ്യുള്ളൂ, പ്രൊവൈഡഡ് their GCD with n is 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് GCD with 2 അല്ലെങ്കിൽ 2 and n അതിന്റെ GCD 2 വരുന്ന എലിമെന്റുകളും ഇതേ സബ്ഗ്രൂപ്പ് തന്നെയാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ Z12ന്റെ കേസിൽ GCD 2 വരുന്നത് 12ഉമായിട്ട് GCD 2 വരുന്ന എലിമെന്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാത്രമാണ്. 10. So this 10 and 12 has GCD 2. അപ്പോൾ 2 ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പും 10 ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പും സെയിം തന്നെയായിരിക്കും. 2 ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പും 10 ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പും സെയിം തന്നെയായിരിക്കും. Now come to the subgroup generated by 3. Subgroup generated by 3 is 3, 6, 9, 0, 3, 6, 9, 0. ഇനി GCD with 12 ഏതൊക്കെ ഇന്റിജറുകൾക്കാണോ 3 വരുന്നത് അതും ഇതേ സബ്ഗ്രൂപ്പ് തന്നെ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ this will be the same as greatest common divisor is 3. അത് വരുന്നത് 9 ജനറേറ്റ് ചെയ്യുന്നു ഇതേ സബ്ഗ്രൂപ്പിനെ തന്നെയായിരിക്കും. കാരണം 9ന്റെയും 12ന്റെയും GCD 3 ആണ്. ഇവിടെ എഴുതി നോക്കാവുന്നതാണ്. GCD of 10, 12 equal to 2. ഇവിടെ GCD of 9, 12 equal to 3. അതുകൊണ്ടാണ് ഈ രണ്ട് സബ്ഗ്രൂപ്പുകളും സെയിം ആവുന്നത്. Now come to 4. 4 എന്ന് പറയുന്നത് 4 equal to the subgroup 480, which will be the same as the subgroup generated by 8. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ GCD of 8 and 12 is 4. GCD of 8 and 12 is 4. അപ്പോൾ subgroup generated by 4 will be the same as subgroup generated by 8. അതേപോലെ ഇനി അടുത്തത് subgroup generated by 6 is 6, 0. Subgroup generated by 6 is 6, 0. അപ്പോൾ എല്ലാ ഇന്റിജേഴ്സിലും വന്നു എന്ന് വിചാരിക്കുന്നു. 1, 5, 7, 11, 2, 3, 4, 6, 8 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. എല്ലാ ഇന്റിജറുകളും അല്ലെങ്കിൽ ഈ സെറ്റിലെ എല്ലാ എലമെന്റുകളും ജനറേറ്റ് ചെയ്യുന്ന സബ്ഗ്രൂപ്പ് അവിടെ ആയിട്ടുണ്ട്. സോ these are the subgroups of Z12. അപ്പോൾ Z17 വളരെ എളുപ്പമായിരുന്നു. Z12 ഇതേപോലെ GCD വെച്ചിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. So we will stop here. ഒരു തിയറം പറഞ്ഞു. This is very important theorem.
അത് എളുപ്പമുള്ള തിയറമാണ്. തിയറം ഇസ് ഇമ്പോർട്ടന്റ്. പിന്നെ Z12ന്റെയും Z17ന്റെയും സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ക്ലാസ്സിൽ കണ്ടുപിടിച്ചത്. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ എടുക്കും. ഓക്കെ.